എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ റോസാ ചെടിയിൽ ഇതുപോലെ, അതായത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന ബഡ് റോസുകളിൽ വേനൽക്കാലത്തും ഇതുപോലെ ഒരു സ്റ്റെമ്മിൽ നിന്ന് നിറയെ പൂമൊട്ടുകളും പൂക്കളും നല്ല കളറായിട്ടുള്ള പൂക്കൾ വിരിയാനായിട്ടൊക്കെ ഉള്ള ഈ ഒരു റോസ എങ്ങനെയാണ് ഇത്രയും പൂക്കൾ ഉണ്ടാക്കി എന്നുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുത്തിരുന്നത് ഒരു കൈപിടി വേപ്പിൻ പിണ്ണാക്കും, എല്ലുപൊടി ഒരു കൈപിടി എല്ലുപൊടിയും, അതുകൊണ്ട് മുട്ടത്തോട് പൊടിച്ചതും ഉള്ളിത്തൊണ്ട് പൊടിച്ചതും നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ചോട്ടിലിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇടയ്ക്ക് എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ NPK 19-19 ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കട്ട കുത്തി പൂക്കളുണ്ടായി. അങ്ങനെ ഓരോ വളങ്ങൾ മാറി മാറി, ആദ്യം ഒരു ജൈവവളം കൊടുക്കണം, പിന്നെ അതിനുശേഷം ഒരു രാസവളം കൊടുക്കണം, അതിനുശേഷം എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡോ ഫംഗിസൈഡോ ഒക്കെ നമ്മുടെ റോസാ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഓരോന്നും മാറി മാറി ചെയ്താൽ മാത്രമേ നമ്മുടെ റോസകളിൽ നല്ലപോലെ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ. ഇന്നും അതുപോലെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാകാനായിട്ട്, അതുപോലെ നല്ല കളറായിട്ടുള്ള പൂക്കളും പുതിയ തളിർപ്പൂകളും മുരടിപ്പും ഒക്കെ മാറാനായിട്ടുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുക, എല്ലാവരും കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്ത് കൊടുത്താലേ നമ്മുടെ ബഡ് റോസകൾ നല്ലതായിട്ട് വരത്തുള്ളൂ. പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസുകൾ പെട്ടെന്ന് ആദ്യമൊക്കെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ച് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പെട്ടെന്ന് പൂ വിരിക്കരുത്. അതിൻ്റെ പൂമുട്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടണം. അങ്ങനെ 1-2-3 പ്രാവശ്യമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടുമ്പോൾ പിന്നീട് വരുന്ന പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആരോഗ്യമുള്ള കമ്പുകളും പൂക്കളും ഒക്കെ ആയിട്ട് വരും കേട്ടോ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നല്ലവണ്ണം നനയ അത്യാവശ്യമാണ്. ഈ ചൂട് സമയത്ത് രാവിലെ നല്ലവണ്ണം നനയ്ക്കുക. ഉച്ചയാകുമ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊന്ന് നനച്ച് കൊടുക്കാം. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് നനച്ച് കൊടുക്കുക കേട്ടോ. കുറേ പേര് പറയുന്നുണ്ട് റോസയൊക്കെ ഉണങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നു. അങ്ങനെയുള്ളവരെ നല്ലവണ്ണം ഒന്ന് പുതയിട്ട് കൊടുക്കുക. അതായത് ഉണങ്ങിയ സവോളത്തൊലി ഉള്ളിത്തൊലിയും ആയിരിക്കണം, അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിലയും ആയിരിക്കണം. അതായത് പച്ച കരിയിലയോ പച്ച സവോളത്തൊലിയോ ഒന്നും ഇട്ട് കൊടുക്കരുത്. പെട്ടെന്ന് ഫംഗൽ ബാധ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉണക്ക കരിയിലയോ ഉണക്ക ഉള്ളിത്തൊലിയോ സവോളത്തൊലിയോ ഒന്ന് പുതയിട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തീരെ ചോട്ടിലോട്ട് ഇട്ട് കൊടുക്കാതെ ചോട്ടിൽ നിന്ന് മാറി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മനോഹരമായിട്ടുള്ള പല വെറൈറ്റി കളറിലുള്ള ഓർക്കിഡ് സെയിലിനായിട്ടുണ്ട്. ഈ ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. 10 കളറിൻ്റെയും 15 കളറിൻ്റെയും ആയിട്ടുള്ള കോംബോ ഓഫറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നല്ല വെറൈറ്റി അടിപൊളി കളറുകളാണ്. നമ്മുടെ റോസ പോലെ തന്നെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് ചെടിയല്ലേ. മനോഹരമായിട്ടുള്ള പ്ലാന്റുകളാണ്, ഹെൽത്തി പ്ലാന്റ് ആണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറുകളുമുണ്ട്. അപ്പോൾ കോംബോ ഓഫറിൽ കിട്ടുന്ന നമുക്ക് ഒരുപാട് ലാഭമാണല്ലേ. ഓർക്കിഡിൻ്റെ തൈയൊക്കെ ഒരെണ്ണമൊക്കെ മേടിക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പം കോംബോ ഓഫർ നമുക്ക് ലാഭകരമായിട്ട് ഇത് കിട്ടും. അപ്പോൾ എല്ലാവരും വേണമെന്നുള്ളൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതായത് നമ്മുടെ ആ ഒരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതിനായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അന്നത്തെ കഞ്ഞിവെള്ളമാണ്, നല്ല തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ നമ്മുടെ ഒരു കുറച്ച് അതായത് ബീട്രൂട്ടിൻ്റെ തൊലിയുണ്ട് കേട്ടോ. ബീട്രൂട്ടിൻ്റെ തൊലി എല്ലാവർക്കും അറിയാം. നല്ലപോലെ കളറായിട്ടുള്ള പൂക്കൾ ഉണ്ടാവാനായിട്ടും ധാരാളം തളിർപ്പുകളൊക്കെ ഉണ്ടാവാനായിട്ടും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഇതൊക്കെ പുളിപ്പിച്ച് കഴിയുമ്പോൾ നല്ലൊരു കീടനാശിനിയുമാണ്. കഞ്ഞിവെള്ളം ധാരാളം പൂക്കൾ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെ. കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇനി ഉലുവ നമ്മുടെ ചെടികളുടെ മുരടിപ്പൊക്കെ നന്നായിട്ട് മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് പുളിപ്പിച്ചെടുക്കണം. നമുക്ക് ആദ്യം 1 കപ്പ് കഞ്ഞിവെള്ളം എടുത്തു, കുറച്ച് നമ്മുടെ ബീട്രൂട്ടിന് തൊലിയിട്ട് കൊടുത്തു, 2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു 4 ദിവസം നന്നായിട്ട് പുളിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇത് പുളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. പുളിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. കഞ്ഞിവെള്ളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു സമയത്ത് ചൂടുള്ള സമയത്ത് കൂടുതലും കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ചേർത്തുള്ള വളങ്ങളാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ചെടികൾക്ക് നല്ല തണുപ്പ് കിട്ടുന്നത് കൂടാതെ തന്നെ ധാരാളം പൂക്കളും പുതിയ തളിർപ്പുകളും പൂമുട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിരിയുന്ന പൂക്കൾ നല്ല കളറായിട്ടുള്ള പൂക്കളും ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു 3-4 ദിവസം നന്നായിട്ട് പുളിപ്പിച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത ഈ വേസ്റ്റ് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ കളയേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും പച്ചക്കറികളുടെ ചോട്ടിലോ ചെടികളുടെ ചോട്ടിലോ മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണിട്ട് മൂടിയാൽ മതി. നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറിക്കൊള്ളും കേട്ടോ.
അതുപോലെ തന്നെ നമുക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്യേണ്ടത് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് നേർപ്പിച്ച് വേണം കൊടുക്കാനായിട്ട്. ഞാൻ രാവിലെ ഒരു 8:30 കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത്. നല്ലവണ്ണം ഇലകളിലും തണ്ടുകളിലും എല്ലാം വീഴ്ത്ത, മുട്ടുകളിലും പൂക്കളിലും ഒക്കെ വീഴത്തക്ക നല്ലതായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചോട്ടിലോട്ടും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു കുപ്പിയിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് അരിച്ചൊരു കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല വീര്യം കൂടി വരും. അപ്പം കുറച്ച് 5 മില്ലി വീതം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നല്ലപോലെ പൂക്കളുണ്ടാവും. അപ്പോൾ 2 രീതിയിൽ ഇത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ചോട്ടിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തണുപ്പും കിട്ടും. രാവിലെ കൊടുത്ത് നല്ല തണുവും നമ്മുടെ ചെടികൾക്ക് കിട്ടും. അതുപോലെ ധാരാളം പൂക്കളും മുട്ടുകളും ഉണ്ടാവും. പുതിയ തളിർപ്പുകളും ഉണ്ടാവും. കീടനാശിനിയായിട്ടുള്ള കഞ്ഞിവെള്ളവും ഉലുവയും ഒക്കെ കൊടുക്കുന്ന മൂലം മരുടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പുളിച്ച 1 കപ്പ് കഞ്ഞിവെള്ളത്തിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞ് നല്ലപോലെ കുളിപ്പിച്ചതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെ മുരടിപ്പ് പെട്ടെന്ന് മാറിക്കിട്ടും. ഏത് ചെടികൾക്കും ഇതുപോലെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും നമുക്ക് കൊടുക്കാം. പിന്നെ കഞ്ഞിവെള്ളം തന്നെയാണെങ്കിലും നന്നായിട്ട് ഒരു 5-6 ദിവസം നല്ലപോലെ പുളിപ്പിച്ചതിന് ശേഷം ഒരു 1/2 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിന് കഞ്ഞിവെള്ളത്തിൻ്റെ പശപ്പും കാര്യങ്ങളും ഒക്കെ കാരണം പ്രാണികളും വണ്ടുകളും ഒന്നും അടുക്കത്തില്ല. അതിന് ഒരു നല്ലൊരു കീടനാശിനിയായിട്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പുളിച്ച കഞ്ഞിവെള്ളം അത്ര നിസാരക്കാരനല്ല, നല്ല റിസൾട്ടാണ്. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മളറിയത്തില്ല, നമുക്ക് കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് ചുറ്റിനും ഒഴിച്ചു കൊടുക്കാറില്ലേ, അത് വളരെയധികം നല്ലതാണ്. ഡൈല്യൂട്ട് ചെയ്തും കൊടുക്കാം, അല്ലാതെ പുളിപ്പിച്ചിട്ട് ചോട്ടിൽ നിന്ന് കുറച്ച് മാറി ചുറ്റും ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറിവേപ്പിൻ്റെ നല്ലപോലെ പുതിയ തളിർപ്പുകളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ച ബീട്രൂട്ടിൻ്റെ എല്ലാം കൊണ്ട സൊല്യൂഷൻ നിങ്ങൾ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. നല്ലവണ്ണം പൂക്കളുണ്ടാവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ട്രൈ